പ്രത്യേകിച്ച് പണിയൊന്നുമില്ല വീട്ടിൽ സമയത്ത് നമ്മളെ വണ്ടി നമ്മളൊരു നോട്ടം നോക്കും. ആ ഒരു നോട്ടത്തിൽ വീഴത്തമാരില്ല, ഉടനെ വണ്ടിയുടെ അടുത്തോട്ട് പോകും. എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു വിരുവിരിപ്പുണ്ടാവും. ആ ഒരു വിരുവിരിപ്പിൻ്റെ ഭാഗമായിട്ട് വണ്ടി 2 ഫോഗ് ലാമ്പ് വയ്ക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ഞാൻ വെച്ചതാണ്. സ്പോട്ടിൽ തന്നെ എൻ്റെ ഒരു കിറ്റായിരുന്നു തീരുമാനമായി. ടിക്കറ്റും ഫോണും വർക്കായതേ ഇല്ല. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എവിടെയൊക്കെ കാണിച്ചിട്ടും ശരിയാക്കാൻ പറ്റിയില്ല. എവിടെയെങ്കിലും കൊടുത്ത് പ്രോപ്പറായിട്ട് 2 ലൈറ്റ് എടുത്ത് വെക്കാതെ സ്വന്തമായിട്ട് ചെയ്തതുകൊണ്ട് എൻ്റെ വണ്ടിയുടെ ഓയിലിംഗ് കിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ പുതിയ ഓയിലിംഗ് കിറ്റാണ് ഈ ഒരു വണ്ടിക്ക് അകത്തിരിക്കുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കഴപ്പുകളൊക്കെ തോന്നുന്ന സമയത്ത് വണ്ടിയുടെ ഓയിലിംഗ് കിറ്റിനെ അതൊന്ന് ഒഴിവാക്കി വെക്കുക. ഒരു ഗ്യാസിൽ എൻ്റെ ഓയിലിംഗ് കിറ്റ് മാത്രമേ അടിച്ചു പോകുള്ളൂ. നിങ്ങളുടെ വണ്ടിയൊക്കെ ചിലപ്പോൾ നിന്ന് കത്തുന്നൊരു സീൻ നിങ്ങൾക്ക് കാണേണ്ടി വരും. വണ്ടിയിൽ ഓയിലിങ്ങിലൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ വർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് സ്ലീവും കാര്യങ്ങളൊക്കെ ഇട്ട് സെപ്പറേറ്റ് ഫ്യൂസൊക്കെ വെച്ച് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക. ഇതുപോലെ ചിലവന്മാർ ഈ ഫ്യൂസൊക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്യൂസ് പോകാതിരിക്കാൻ വേണ്ടി ഫ്യൂസിൽ കമ്പിയൊക്കെ വെച്ച് കെട്ടി വെക്കുന്നുണ്ട്. ഈ ഫ്യൂസിൻ്റെ മെയിൻ പർപ്പസ് തന്നെ വണ്ടിക്ക് എന്തെങ്കിലും ഓയിലിംഗ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഫ്യൂസ് പോയിട്ട് ബാക്കി ഓയിലിങ്ങിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഫ്യൂസ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഫ്യൂസ് പോകില്ല. ഓയിലിംഗ് കിറ്റോടെ നിങ്ങൾ പിന്നെ മാറേണ്ടി വരും. സോ ടിപ്പ് ഓഫ് ദി ഡേ, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് വണ്ടിയിൽ ആവശ്യമില്ലാത്ത പണികളൊക്കെ ചെയ്യാൻ പോയിരിക്കുന്നില്ല. ആ പണികൾ ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ വേറെ പണികൾക്ക് പോകേണ്ടി വരും. അപ്പോൾ ബൈ ബൈ.